ശുക്രുൽ മുൻഇമിന് ശുക്ർ ചെയ്യൽ, അനുഗ്രഹദാതാവായ അള്ളാഹു തആലയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കൽ, നന്ദി അർപ്പിക്കൽ, നന്ദി കാണിക്കൽ. എന്താ ശുക്ർ മുൻഇം എന്ന് വെച്ചാൽ? അതിനെ ശാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, വഹുവ അസ്സനാഉ അലല്ലാഹി തആല, അള്ളാഹു തആലയുടെ മേൽ വാഴ്ത്തി പറയലാണ്. ലി ഇൻആമി, അള്ളാഹു അനുഗ്രഹം ചെയ്തതിനെ സംബന്ധിച്ച്, ബിൽ ഖൽഖി, സൃഷ്ടിപ്പ് കൊണ്ടും, വർ റിസ്ഖി, ജീവിത വിഭവം കൊണ്ടും, വസ്ഹത്തി, ആരോഗ്യം കൊണ്ടും, വഗൈരിഹ, അതല്ലാത്തതുകൊണ്ട്. അപ്പോൾ നാമാവുന്ന നമ്മളെ, ഞാനാവുന്ന എന്നെ പടയ്ക്കണമെന്നുള്ളതൊക്കെ നിർബന്ധമൊന്നുമില്ല. അത് മുംകിനാത്തല്ലേ, ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടായിരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ കോലവും സ്വഭാവമുള്ള രൂപത്തിൽ നമ്മൾ അല്ലാഹു തആല എന്ത് ചെയ്തു? പടച്ചിട്ട്. പടച്ചിടുക മാത്രമേ നമുക്ക് എന്ത് ചെയ്തു? ജീവിക്കാനുള്ള വിഭവങ്ങൾ നൽകി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വസ്ത്രം ഒക്കെ നമ്മൾ റിസ്ക്കായിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. പക്ഷേ ഈ ഭൂമി തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ യോഗ്യമായ ഒരു വസ്തുവാക്കി അല്ലാഹു തആല പരിവർത്തിപ്പിച്ച് നിർത്തിയിട്ടാണ്. അതിന് കോടാനുകോടി കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒത്തുവരേണ്ടതുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ അതല്ലാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ, സിഹത്ത്, ആരോഗ്യം, നമ്മൾ കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ശ്വസിക്കുന്ന മുഖം, വായു, ഇതൊക്കെ അതാതിൻ്റെ നിലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, മനസ്സിലായില്ലേ, തടസ്സമില്ലാത്ത രൂപത്തിൽ അതിന് കൃത്യമായ രീതിയിൽ സാധാരണ പോലെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അത്ഭുതപ്പെടുന്ന രഹസ്യങ്ങൾ അതിൻ്റെ എല്ലാം പുറകിലുണ്ട്. മനസ്സിലായില്ലേ? അതാണ് സിഹത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ, ഇപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ്, അത്രയും അനുഗ്രഹം ചെയ്ത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാന്നുള്ളത് എന്താണ്? അല്ലേ? നമുക്കൊരു അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നില്ലേ? അപ്പോൾ ആ മുൻഇമിന് ശുക്ർ ചെയ്യൽ ബിൽ കൽബി, അത് അങ്ങനെ ഈ പോയിത്തിപ്പറൽ, വാഴ്ത്തിപ്പറച്ചിൽ, വാഴ്ത്തൽ, അതെങ്ങനെ ഉണ്ടാവാം? അത് കൽബ് കൊണ്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ വായ കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, ഓക്കെ. പക്ഷെ അതിനപ്പുറം നമ്മുടെ മനസ്സിലൂടെ എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ കടന്നുപോയി. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലൂടെ ആ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ അതെല്ലാം ചെയ്തെന്ന് റബ്ബിനോട് നമുക്ക് എന്ത് ചെയ്തു? ഒരു ആഭിമുഖ്യവും ഒരു വിധേയത്വവും സമ്പൂർണമായ ഒരു കീഴ്പ്പെടൽ മാനസികം നമുക്ക് എന്ത് ചെയ്തു? കാരണം നമ്മളൊന്നുമല്ല, ഇതെല്ലാം നമ്മുടെ റബ്ബത്താരെ നമുക്കെന്താണ് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ മാത്രമാണെന്ന് അറിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യും? ആ റബ്ബിനെ കുറിച്ചൊരു വാഴ്ത്തൽ, റബ്ബിനോടുള്ള വാഴ്ത്തൽ മനസ്സ് നമ്മുടെ മനസ്സിലും ആണ് കൽബ് കൊണ്ട് അള്ളാഹിനെ വാഴ്ത്തുക. കൽബ് കൊണ്ട് അള്ളാഹിനെ വാഴ്ത്തുന്നത് എങ്ങനെയാ? ബിയാൻ യാത്തക്കിത, അത് കറക്റ്റ് ചെയ്ത് പറയാം. ബിയാൻ യാത്തക്കിത, വിശ്വസിക്കലാണ്. അന്നഹു താല, നിശ്ചയമായും അള്ളാഹു താലയാവുന്ന വലിയുഹ, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം വലിയ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. വിശ്വസിക്കലാണ്. അബിൽ ലിസാനി, അതിൽ നാവ് കൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യുക? ഇങ്ങനെ വാഴ്ത്തുക. കൽബ് കൊണ്ട് വാഴ്ത്തുക, അല്ലെങ്കിൽ എന്താണ്? നാവ് കൊണ്ട് വാഴ്ത്തുക. ഇങ്ങനെ നാവ് കൊണ്ട് വാഴ്ത്തുന്നത് ബിയൻ യതഹദ്ദസ ബിഹ, അത് സംബന്ധിച്ച് വർത്തമാനം പറയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ മനുഷ്യന്മാർ എന്തെല്ലാം വർത്തമാനം പറയും. ആ തീപ്പെട്ടിക്ക് തന്നെ, നീ ആ സിനിമ കണ്ടോ, അല്ലേ? എന്തെല്ലാം വർത്തമാനമാണ് പറയണേ? ഇതിനെ സംബന്ധിച്ച് വർത്തമാനം പറ. മനസ്സിലായില്ലേ? അതാണ് ദിക്ർ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ലിസാന് കൊണ്ടുള്ള എന്ത് തന്നെയാണ്. അബിൽ ലിസാനി ബിയൻ യതഹദ്ദസ ബിഹാ, അതിൽ നാവ് കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. അതെങ്ങനെയാണ്? ബിയൻ യതഹദ്ദസ ബിഹാ, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുക? സംസാരിക്കുക, വർത്തമാനം പറയുക, കേട്ടോ. പിന്നെ ഔ കൊയരി, അപ്പോൾ ഒന്നിലേക്ക് കൽബ് കൊണ്ട് വാഴ്ത്തൽ, അതിൽ നാവ് കൊണ്ട് വാഴ്ത്തൽ, അത് കത്തപ്പാണ്. ഔ കൊയരി, അല്ലെങ്കിൽ എന്താണ്? അതല്ലാത്തുകൊണ്ട് വാഴ്ത്തൽ. അപ്പോൾ നമ്മൾ സുജൂദിൽ കിടക്കുക, നാവ് കൊണ്ട് ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയൽ സുന്നത്താണ്. പറഞ്ഞില്ലെങ്കിലും എന്ത് തന്നെയത്? സുജൂദ് തന്നെ. നിസ്കാരം ശരിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നാവ് ചലിക്കുന്നില്ല, നമ്മൾ കിടക്കുകയാണ്. ആരുടെ മുമ്പിൽ? റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ഞെട്ടി അർപ്പിച്ച്, മുഖമർപ്പിച്ച് കിടക്കുകയാണ്. അത് ശുക്രാണ്. മനസ്സിലായില്ല? റബ്ബിന് ചെയ്യുന്ന ശുക്രാണ്. അതാണ് പറഞ്ഞാൽ അത് പോയിരിക്കും. അപ്പോൾ കൽബ് കൊണ്ട്, ലിസാൻ കൊണ്ട് അത് പോയിരിക്കും. എന്താണ്? അതല്ലാത്തതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യുക. അതിനെന്ത് ചെയ്യുക? നല്ലൊരു ഖിറാഅത്ത് കേൾക്കുക. നാവുകൊണ്ട് സംസാരിക്കുന്നൊന്നുമില്ല, കേൾക്കൊണ്ടിരിക്കുക. റബ്ബിൻ്റെ ആ കലാം ഇങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശുക്രാണ്.
മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഈ നാവ് കൊണ്ടോ കൽബ് കൊണ്ടോ അല്ലാത്ത മറ്റു നിലയ്ക്കുള്ള അള്ളാഹുവിനെ വാഴ്ത്തലാണ് ശുക്ർ. കാൻ യഖ്ലാലഹു തആല, ഈ കൽബും നാവും അല്ലാത്തതുകൊണ്ടൊരു ശുക്ർ എങ്ങനെയാ, വാഴ്ത്തൽ എങ്ങനെയാ? കാൻ യഖ്ലാലഹു തആല, അള്ളാഹു താലയ്ക്ക് ഭയഭക്തി വിനയാന്യതനായ അള്ളാഹുവിനെ എന്ത് ചെയ്യുക? കീഴ്പ്പെട്ട് കാണിക്കുക. നഹ്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്യതനായി കാണിക്കുക. ലഹു താല, അത്യുന്നതനായ അള്ളാഹു താലയുടെ മുന്നിൽ വിനയാന്യതനായി കീഴ്പ്പെട്ട് വിധേയനായി കാണിക്കുക. മനസ്സിലായില്ലേ? അതും എന്താണ്? അള്ളാഹുവിൻ്റെ ശുക്രാണ്. ഇങ്ങനെയുള്ള അനുഗ്രഹദാതാവായ റബ്ബ് താലയ്ക്ക് ശുക്ർ ചെയ്യലാവുന്ന മത്തനതാണ് ശുക്രുൽ മുൻഇം. ശുക്ർ ചെയ്യലാവുന്ന മുബ്തയാണ്. ഖബർ വാജിബുൻ. എന്താണ്? വാജിബുൻ എന്താണ്? നിർബന്ധമാണ്. ബിശ്ശർഇ, എന്തുകൊണ്ട്? ശർഅ് കൊണ്ട് നിർബന്ധമാണ്. ലൽ അഖിലി, എന്തുകൊണ്ടല്ല? അക്കല് കൊണ്ടല്ല. ഇതെല്ലാം പടച്ചോൻ, ഞാൻ അവൻ്റെ അടിമയാണ്, എനിക്ക് തന്നു, ഞാൻ എന്തിനാ ഇപ്പം അവന് ശുക്ർ ചെയ്യണേ? എൻ്റെ ശുക്റിന് അവൻ്റെ മുമ്പിൽ എന്ത് സ്ഥാനം? ഏയ്, ഈ സർവ്വലോകത്തെയും അടക്കി ഭരിക്കുന്ന റബ്ബ് താലയുടെ മുമ്പിൽ ഒരു പുഴുവിനോളം പോലും വരാത്ത ഞാൻ, അല്ലേ? നമ്മളൊന്നുണ്ട്, നമ്മളെന്തെങ്കിലും ആണോ? നമ്മൾ ശുക്ർ ചെയ്യുക. എന്തിനല്ല ശുക്ർ നമ്മൾ ചെയ്യണം? നമ്മളൊരു ഒരു ഒരു മഹാരാജാവിന് വേണ്ടിയിട്ട് ഞാലിപ്പോകുമ്പോഴൊന്നും കൊടുക്കണമായി രാജാവ് എന്ത് ചെയ്യും? ചെറുക്കില്ലേ കലയ്ക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? മഹാരാജാവിന് വേണ്ടിയിട്ട് ഒരാളെന്താണ് ഒരു പ്രജ പോയി ഒന്ന് കാണാൻ പോവാം. അപ്പോൾ പുള്ളിയും ചെയ്യും ഞാലിപ്പോകുമ്പോഴും കൊടുക്കുക. ആർക്ക്? രാജാവിന്. രാജാവിന് ദേഷ്യപ്പെടില്ലേ? രാജാവിന് ദേഷ്യം വരില്ലേ? അപ്പോൾ എന്നതുപോലെ ഈ ഞാലിപ്പോകുമ്പോഴത്തിൻ്റെ പോലും അത്രയും വലിപ്പമില്ല നമ്മുടെ ഈ ഭാഗത്തുകൾ ഉണ്ടോ? റബ്ബാരാണ്. കടലെന്ത്, കരയെന്ത്, സൗരയൂഥം എന്ത്, ലോകത്തെ പ്രപഞ്ചം എത്രയോ വലുതാണ്. ഇതിൻ്റെ എല്ലാം അധിപതിയായ റബ്ബെന്ന് പറയുമ്പോൾ അപ്പൊ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ പല ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാണോ ഇല്ലയോ എന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ച് നമുക്ക് എന്തില്ല, അതിന് ജവാബ് കറക്റ്റായിട്ട് കിട്ടില്ല. 10 പേരിന്ന് ആലോചിച്ചാൽ 10-ൽ പറയും വേണ്ടാന്ന് പറയും, ഒരാൾ ഒരു കളിയാക്കണമെന്ന് പറയും, ഒരാൾ ഒരു ചെയ്യണമല്ലോ, നമ്മൾ ചെയ്യണം, നമുക്ക് ഇത്രയും കിട്ടിയത് ചെയ്യണമെന്ന് പറയും. ചെയ്യണം നല്ലതാണ്, ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അവനെ അടിമയാലോ, നമ്മൾ അങ്ങനെ ജീവിച്ചു പോയാൽ മതി, നമ്മളതിനെ സൃഷ്ടിച്ച് നമ്മൾ ജീവിച്ചങ്ങ് പോയാൽ മതി, ഇത്രേ ഉള്ളൂ, അല്ലേ? അതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്കെല്ലാം കണ്ണും മുക്കും ചെവിയിട്ടല്ലോ. എന്തെല്ലാം ആൾക്കാർ എന്തെല്ലാം പറയണം. അള്ളാഹു നിഷേധിച്ചു പറയുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിംസ്. അപ്പൊ ശറഈനാലാണ് അനുഗ്രഹദാതാവായ അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ വാജിബാണെന്ന് കിട്ടുള്ളൂ. ശരിയാണോ? അതെന്തുകൊണ്ട് കിട്ടൂല? ബുദ്ധി കൊണ്ട് കിട്ടൂല. കിട്ടുമായിരുന്നെങ്കിൽ ബുദ്ധി ലഭിച്ച മനുഷ്യന്മാരെല്ലാം ആരായനെ? മനസ്സിലായോ? അതാ പറഞ്ഞ വാജിബും ശറഈ, അത് ശറഅ് കൊണ്ട് നിർബന്ധമാണ്. അല്ല അഖിലി എന്നുകൊണ്ട് നിർബന്ധമല്ല, ബുദ്ധി കൊണ്ട് നിർബന്ധമല്ല. അത് ബുദ്ധി കൊണ്ട് ചിലപ്പോൾ നല്ല വഴിക്ക് പോകണം ചെയ്യും, അത് മനസ്സിലാവും. അതില്ലെന്നല്ല അവർക്ക് തന്നെ വുജൂബിയ, അത് വാജിബാവുന്നത് എന്തുകൊണ്ടാണ്? ശറഅ് കേട്ടോ. ഫമല്ലം തബ്ലഹു, അപ്പോൾ ഒരുത്തിന് എത്തിച്ചേർന്നില്ല ദഅവത്തു നബിയിൻ. കണ്ടോ? ഇങ്ങനെ പറയുമ്പോൾ ആ പറച്ചിൽ നിന്ന് കിട്ടുന്നതായ ഒരു റിസൾട്ട് എന്താ? റിസൾട്ടാ പറഞ്ഞു ഫമൻ. അപ്പോൾ ഒരാൾ ലം തബ്ലഹു, അയാൾക്ക് എത്തിയില്ല ദഅവത്തു നബിയിൻ, ഒരു പ്രവാചകന്റെയും പ്രബോധനം എത്തിയില്ല. ചിത്രത്തിന്റെ കാലം അമ്പ്യാമുർസലീങ്ങൾ 1,24,000 പേരുണ്ടല്ലോ. പക്ഷെ അവരുടെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ദേവത്തെത്താത്ത ഘട്ടങ്ങളും ഉണ്ട്. അന്നിവിടെ ആരുണ്ട്? മനുഷ്യന്മാരുണ്ട്. അപ്പൊ അങ്ങനെ ജീവിച്ച ആൾക്കാർക്ക് എന്തില്ല? ഒരു നബിയുടെയും ദേവത്തെ എത്തിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഈ ശുക്ർ എന്താന്ന് പറഞ്ഞു? ശറഈനാൽ നിർബന്ധമാവുന്നാന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരാൾ ജീവിക്കുന്നു, അയാൾക്കൊരു നബിയുടെയും ദേവത്തെ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലായത്തിൻ, അതാരാവൂല? കുറ്റക്കാരനാവൂല. ബി തർക്കിഹി, ഈ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന പ്രവൃത്തി മുമ്പ് പറഞ്ഞ നാവിനാലോ കൽബിനാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളാലോ പ്രകടിപ്പിക്കൽ അയാൾ ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിക്കലുണ്ട് അയാൾ ആരാവൂല? കുറ്റക്കാരനാവുകയില്ല. പിന്നെ കുറ്റക്കാരൻ ആവുകയില്ല. ലാ യസിമു, അത് കുറ്റക്കാരനാവുകയില്ല. ബി തർക്കി, അതിനെ ഉപേക്ഷിക്കലുണ്ട്. ഖിലാഫലിൽ മുഅ്തസിലത്തി, ആർക്ക് മാറ്റമായിട്ട്? മുഅ്തസിലത്തിന് മാറ്റമായിട്ട്. ഉള്ളതുപോലെ പറയും. ആര്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്.
മനസ്സിലായില്ലേ? നീ അള്ളാഹിൻ്റെ അടിമയാണെന്ന് നിനക്കറിയാൻ പാടില്ല, നീ അള്ളാഹിൻ്റെ ശുക്ർ നിർമ്മൽ നിനക്ക് ബുദ്ധിയില്ലേ, ബോധമില്ല, ഒക്കെ ശരിയാണ്. ബുദ്ധിയും ബോധമുണ്ട്. അള്ളാഹിൻ്റെ അടിമയാണെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു നബിയുടെയും ദേവത്തെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ശുക്ർ ചെയ്യൽ നിർബന്ധമാവുന്നപ്പോഴാണ് അത് ശറഈ. മനസ്സിലായില്ല? ഒരാൾ ശുക്ർ ചെയ്ത് നല്ല കാര്യം, ഒരാൾ ശുക്ർ ചെയ്തില്ലായിരുന്നില്ല, കുറ്റം ഇല്ല കേട്ടാ. ഉള്ളത് 4, 3, 7 4, 3, 8 4, 3 6 എന്നപോലെ ഉള്ളതുപോലെ പറയും. മനസ്സിലായില്ലേ? അതാണ് അഹ്ലുസുന്നത്ത് നബിയിൻ, ഒരു പ്രവാചകന്റെ ദഅവത്ത് ഒരാൾക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഒരാളാവില്ല, കുറ്റക്കാരനാവുകയില്ല. ബിത്തർക്കിഹി, എന്തുകൊണ്ട്? ഈ ശുക്ർ ഉപേക്ഷിക്കലുണ്ട്, അയാൾ എന്താവില്ല, കുറ്റക്കാരനാവില്ല. ഖിലാഫൽ മുഅ്തസിലത്തി, ആർക്ക് മാറ്റമായിട്ട്? മുഅ്തസിലത്തിന് മാറ്റമായിട്ട് ആണ്.